വെയിൽ ബീറ്റ്സിൻ്റെ ഒരു മധുരമനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ സ്റ്റാർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സണ്ണി ലിയോൺ ആണ്. മലയാളികൾക്കിടയിൽ ഏറ്റവും പോപ്പുലറായ നീലച്ചിത്ര നടിയാണ് സണ്ണി. മലയാളികളുടെ സണ്ണി ലിയോൺ. സണ്ണി ലിയോണിനെ പറ്റി ആയതുകൊണ്ട് ആദ്യമേ പറയാം, ഇത് ഇക്കിളിപ്പെടുത്തുന്ന ഒരു കഥയല്ല. തനിക്ക് നേരെ വന്ന കപടനാട്യക്കാരൻ്റെ ചോദ്യമുനകളെ ലാഘവത്തോട് നേരിട്ട് അയാളെ കണ്ടം വഴി ഓടിച്ച സണ്ണിയുടെ ഒരു മാസ് പെർഫോമൻസാണ്. സണ്ണി ലിയോൺ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇടയിൽ ഏറ്റവും പോപ്പുലറായ പോൺ താരമാണ്. അന്താരാഷ്ട്ര തലത്തിൽ സണ്ണിയേക്കാൾ ആരാധകരുള്ള നീലനടിമാർ ധാരാളമുണ്ടെങ്കിലും സണ്ണി ഇന്ത്യൻ വംശജയായതുകൊണ്ടാണോ, ഇന്ത്യൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, സണ്ണി മലയാളികൾക്കിടയിലെ മെഗാ പോൺ സ്റ്റാറാണ്. കരംജിത്ത് കൗർ മോഹ്യ എന്നാണ് ഇവരുടെ ശരിയായ നാമധേയം. ഇവരുടെ ഭർത്താവ് ഡേവിഡ് വെബറയാകട്ടെ ഒരു സംഗീതജ്ഞനും. വെർച്വൽ വിവിഡ് ഗേൾ സണ്ണി ലിയോൺ എന്ന പേരിലുള്ള രണ്ടാമത്തെ സിനിമയാണ് അവരെ ശരിക്കും പോപ്പുലറാക്കിയത്. ആ സിനിമ പോൺ ആരാധകർക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. അതോടെ പ്രമുഖ മാഗസിനുകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം സണ്ണിയെപ്പറ്റിയുള്ള വാർത്തകളും ഇൻ്റർവ്യൂകളും നിറഞ്ഞു നിന്നു. അങ്ങനെയിരിക്കെ കാനഡയിലെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അവർ പോയി. സണ്ണി ലിയോണിൻ്റെ ശരീരത്തിലെ മാദകത്തുടിപ്പും തപ്തവികാരങ്ങളെ ഭാവപ്രകടനങ്ങളിലൂടെ ആവാഹിക്കാനുള്ള നിപുണതയും കണ്ടറിഞ്ഞ ജനക്കൂട്ടം അവിടെ ഒഴുകിയെത്തി. പരിപാടിക്കിടയിൽ ആൾക്കൂട്ടത്തിൽ നിന്ന്, ഓഡിയൻസിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള അവസരവുമുണ്ടായിരുന്നു. ചോദ്യം ചോദിച്ചതിലേറെയും ആരാധകന്മാരാണ്. എന്നാൽ സണ്ണിയുടെ ഹൃദയം കുത്തിനോവിക്കണം എന്ന ദുരുദ്ദേശവുമായി ഒരു വില്ലനും ആ ലിസ്റ്റിൽ കയറിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ ഊഴം വന്നപ്പോൾ സണ്ണിയെ ആക്രമിക്കുന്ന രീതിയിൽ പല പരാമർശങ്ങളും നടത്തി നിവർന്നു നിന്ന് അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവസാനം അയാൾ ചോദിച്ചു, വസ്ത്രത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അത് നാണം മറയ്ക്കാനുള്ളതാണ്, അല്ലെങ്കിൽ നഗ്നത മറയ്ക്കാനുള്ളതാണ്? നിങ്ങളുടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്നത്? വസ്ത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ്? താനൊരു സദാചാരവാദിയാണ് എന്ന നിലയിലാണ് ഈ മഹാത്മാവ് ചോദ്യത്തിന് മുൻപുള്ള പരാമർശങ്ങൾ നടത്തിയത്. അയാളുടെ ആ ചോദ്യം കേട്ട് ചിലരൊക്കെ പൊട്ടിച്ചിരിച്ചു. സണ്ണി ലിയോൺ അപ്പാടെ തളർന്നു പോകും, ഉരുണ്ടു പിരണ്ട് എന്തെങ്കിലുമൊക്കെ മറുപടി പറയും എന്നാണ് അയാൾ കരുതിയത്. സണ്ണി മറുപടി പറഞ്ഞു തുടങ്ങി. എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എല്ലാവരും കാണാൻ വഴിയില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ആ എല്ലാവരും എന്നത് നിങ്ങൾ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ എന്നാണെന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞപ്പോഴേക്കും നിറഞ്ഞ കരഘോഷവും ആർപ്പ് വിളിയുമായി. ചോദ്യക്കാരൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആരാധകരോട് ശാന്തരാകുവാൻ പറഞ്ഞിട്ട് സണ്ണി തുടർന്നു, നിങ്ങൾ പറയുന്ന രീതിയിൽ എന്നെ കണ്ടത് സിനിമയിലാണ്. അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സ്വകാര്യ ഇടങ്ങളിലാണ് ആ സിനിമ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ഒരിടത്തല്ല. നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ നഗ്നനായിട്ടുണ്ട് എങ്കിൽ പൊതുനിരത്തിലും ആയിക്കൂടെ എന്ന് ചോദിക്കുന്നത് ഒട്ടും പ്രസക്തമല്ല. ആ പരിപാടിയുടെ അവതാരകർ അത് കേട്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് സണ്ണിക്ക് വേണ്ടി കൈയടിച്ചു. 2012 മുതൽ തന്നെ ഹിന്ദി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിലും മലയാളത്തിലെ മമ്മൂട്ടിയുടെ മധുരരാജയിലുമൊക്കെ അഭിനയിച്ച സണ്ണിയുടെ വ്യക്തിജീവിതം മലയാളികൾക്ക് അത്ര പരിചിതമല്ല. കൃത്യമായ നിലപാടുകൾ കൊണ്ടും സഹജീവികളോടുള്ള സ്നേഹം വെളിവാക്കുന്ന രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും പൊതുസമൂഹത്തിൻ്റെ കയ്യടി വാങ്ങിയിട്ടുള്ള വ്യക്തിത്വമാണ് അവരുടേത്. അമേരിക്കയിൽ പോൺ മേഖല എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, പാപവുമല്ല. അമേരിക്കൻ ജനതയ്ക്ക് പോണിനോടുള്ള മനോഭാവവും മലയാളികൾക്കുള്ളതുപോലെയല്ല.
ഈ ഒറ്റ സംഭവത്തിലൂടെ തന്നെ സണ്ണിയുടെ ചിന്താശക്തിയും വ്യക്തിത്വ മികവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മനോഹരമായ കമൻറ്റുകളിലൂടെ നിങ്ങളെ അടയാളപ്പെടുത്തുക. ഇനി വരുന്ന വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.